ഹായ് ഹലോ എവ്രിവൺ, എൻ്റെ പേര് ചിത്തു എൽസ. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. BBA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്തൊക്കെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. ഇത് ഭയങ്കര ഹെഡേക്ക് ഉള്ള ടോപ്പിക് ഒന്നുമല്ല. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക് ആണ്, ഒരു ചെറിയ സബ്ജക്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ കുറിച്ച് തന്നെയാണ്. നമ്മളൊരു കമ്പനിയിൽ ചെന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ടും കമ്പനി നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരണം, നമ്മളെങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു, നമ്മളെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് എങ്ങനെ മോട്ടിവേഷൻ തരുന്നു, നമ്മളുടെ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഹ്യൂമൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത്. അപ്പൊ ഈ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസിൽ നമ്മളുടെ ഈ സിലബസിൽ നമുക്ക് ഒരു 12 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 12 ചാപ്റ്റേഴ്സ് മീൻസ് 12 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്തൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെയാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് യൂണിറ്റില്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ, ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നമുക്കിത് വഴിയെ എന്താണെന്ന് പഠിക്കാം. ജസ്റ്റ് ഞാൻ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ്. നാലാമത്തെ യൂണിറ്റ് എന്താ, റിക്രൂട്ട്മെന്റ്. അഞ്ചാമത്തത് സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ആറാമത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഏഴാമത്തെ യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. 8 മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. 9 പെർഫോമൻസ് അപ്രൈസൽ. 10 എംപ്ലോയ് ഗ്രീവിയൻസ് ആൻഡ് ഡിസിപ്ലിൻ. പിന്നെ 11 യൂണിറ്റ് എന്ന് പറയുന്നത് HR റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. 12 റിട്ടൻഷൻ. ഈ 12 യൂണിറ്റിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതായത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, കുറെ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ആയിട്ട്. ആ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാൻ പോകുന്നത്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്താ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പൊ ഒരു കമ്പനി എടുക്കാം അല്ലെ. ഒരു കമ്പനിയിൽ ഒരു 10 ജീവനക്കാരുണ്ട്, 10 പേര് മതി. 10 പേരുണ്ടെന്ന് ചോദിക്കാം, നമുക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ 10 പേരും 10 വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ 10 സാഹചര്യങ്ങളിൽ നിന്ന്, വേറെ 10 സൊസൈറ്റിയിൽ നിന്ന് വരുന്ന 10 ആളുകളാണ് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ 10 സ്വഭാവമായിരിക്കും, അതിലൊരു സംശയമില്ല അല്ലെ. എല്ലാ മനുഷ്യനും വേറെ വേറെ സ്വഭാവങ്ങളാണ്. അപ്പൊ ഈ 10 സ്വഭാവമുള്ള ആൾക്കാരെ നമ്മള് ഒരു ഗോളിന് വേണ്ടിയിട്ട്, ഒരു കമ്പനിക്ക് ഒരു ഗോൾ ഉണ്ടാവും, ആ ഗോളിന് വേണ്ടിയിട്ട് ഈ 10 പേരെയും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകണം. അപ്പൊ ഈ 10 പേരെയും എങ്ങനെ മാനേജ് ചെയ്ത് ആ ഗോളിന് വേണ്ടി നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരെ എങ്ങനെ ആ ഗോളിലോട്ട് എത്തിക്കാം, അങ്ങനെ അവരെ മാനേജ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്, കോർ എലമെന്റ്സ് ഓഫ് HRM, ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM, പിന്നെ HRM ഇൻ റീറ്റെയിലിംഗ്, എന്തൊക്കെയാണ് HRMന്റെ ആക്ടിവിറ്റീസ്, പിന്നെ റോൾ ഓഫ് HR മാനേജേഴ്സ്. അപ്പൊ എല്ലാ കമ്പനിക്കും ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അവിടെ ഒരു HR മാനേജർ ഉണ്ടാവും അല്ലെ. പിന്നെ അടുത്ത ടോപ്പിക് എന്താ, എമർജിങ് ചാലഞ്ചസ് ഓഫ് HR മാനേജേഴ്സ്. HR മാനേജേഴ്സിന് കുറെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും, പുതിയ ഒരുപാട് ചാലഞ്ചസ് വരും. അതെന്തൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ ചാലഞ്ചസ് ഓഫ് HRM ഇൻ മോഡേൺ റീറ്റെയിൽ മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഉൾക്കൊള്ളുന്നത്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ഈ ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാനത് കാര്യമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും പഠിക്കും അത്.
അപ്പൊ ഇങ്ങനെ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ ഒരു ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ബോറായിട്ട് തോന്നും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻ പവർ പ്ലാനിങ്. ഒരു കമ്പനിക്ക് മാൻ പവർ വേണം, അപ്പൊ അത് പ്ലാൻ ചെയ്യണം. ചുമ്മാ ആരെങ്കിലും ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഒരു മാൻ പവർ പ്ലാനിങ്, ആരൊക്കെ വേണം, എന്തൊക്കെ വേണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മൂന്നാമത്തെ യൂണിറ്റിലെ സബ് ടോപ്പിക്സ് എന്തൊക്കെയാ വരുന്നത്? മാൻ പവർ പ്ലാനിങ് എന്താണെന്ന് പഠിക്കണം, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്, സിഗ്നിഫിക്കൻസ് ഓഫ് മാൻ പവർ പ്ലാനിങ്, മാൻ പവർ പ്ലാനിങ് മോഡൽ, കുറെ മോഡൽസ് ഉണ്ട്, അപ്പൊ ഏതൊക്കെ മോഡൽസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ കരിയർ പ്ലാനിങ് ഇൻ റീറ്റെയിലിംഗ്, മേക്കിംഗ് മാൻ പവർ പ്ലാനിങ് എഫക്റ്റീവ്. പിന്നെ റിക്രൂട്ട്മെന്റ് അല്ലെ. റിക്രൂട്ട്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പരസ്യം കാണാറുണ്ട് അല്ലെ, ടിവിയിലൊക്കെ കുറെ പരസ്യം കാണാറുണ്ട്. റിക്രൂട്ടിങ് അല്ലെങ്കിൽ ഹയറിംഗ്, ഒരു പുതിയ കമ്പനി എന്താ പറയാ, ഇൻഫോസിസ് ഹയറിംഗ്, വാക്ക് ഇൻ ഇന്റർവ്യൂ, അങ്ങനെ കുറെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താണ് റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ് എന്താ, റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഉണ്ട്, ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. പിന്നെ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതും രണ്ട് തരത്തിലുണ്ട്, ഇന്റേണൽ മെത്തേഡ്സ് ഉണ്ട്, എക്സ്റ്റേണൽ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. പിന്നെ റിക്രൂട്ട്മെന്റ് BS സെലക്ഷൻ, അത് രണ്ടും രണ്ടാണ്. എന്താണ് റിക്രൂട്ട്മെന്റ്, എന്താണ് സെലക്ഷൻ എന്ന് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. പിന്നെ ന്യൂ ട്രെൻഡ്സ് ഇൻ റിക്രൂട്ട്മെന്റ്, കാലത്തിനനുസരിച്ച് എല്ലാത്തിന്റെയും ട്രെൻഡ് മാറും, അതുപോലെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ട്രെൻഡ് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ എന്തിൽ പഠിക്കും, നാലാമത്തെ യൂണിറ്റിൽ പഠിക്കും. പിന്നെ അഞ്ചാമത്തെ യൂണിറ്റിലാണ് സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ അല്ലെ. അപ്പൊ സെലക്ഷനും ഇൻഡക്ഷനും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ റിക്രൂട്ട് ചെയ്ത ആൾക്കാരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഗ്രൂം ചെയ്ത് അവരെ നല്ല എന്താ പറയുക എഫിഷ്യന്റ് ആക്കണം. നമ്മളുടെ ഈ ഒരു കമ്പനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ള അവരുടെ ജോബ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ഷൻ, സെലക്ഷൻ എന്താണ്, സെലക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ട്, അതെന്താണെന്ന് പഠിക്കും. പിന്നെ ഇൻഡക്ഷൻ എന്താണ്, ഇൻഡക്ഷനിലും കുറെ പ്രോസസ് ഉണ്ട്, അതും നമ്മൾ പഠിക്കും. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇപ്പൊ ഒരുപാട് ആൾക്കാരെ നമ്മൾ ജോലിക്ക് സെലക്ട് ചെയ്ത് വെച്ചു, അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അവരുടെ ടാലന്റ് അവരെ ട്രെയിൻ ചെയ്യണം. ഇന്ന ഒരു ജോലിയാണെന്നുള്ളതിന് അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ എന്താ പറയുക ടാലന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളെ കമ്പനിക്ക് അത് ഉപകാരപ്പെടണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ HRM അല്ലെങ്കിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ മാനേജേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്താണ്, നമ്മൾ എല്ലാ കമ്പനിക്കും അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു നമ്മളിപ്പോ ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും അല്ലെ. അവിടെ എന്ത് ജോലി ചെയ്യണം, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്താണ് കമ്പനീനെ കുറിച്ച് പഠിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളെ ജോലിക്ക് എടുക്കുക, അല്ലാണ്ട് നേരെ നമ്മൾ പോയിട്ട് നമുക്ക് ആ കമ്പനിയിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പീരീഡാണ്, അല്ല അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, 6th യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരുപാട് തരം ട്രെയിനിങ് ഉണ്ട് അല്ലെ. എന്താ അത് നമുക്ക് പഠിക്കാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഡെവലപ്മെന്റ്, പിന്നെ ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്സ്, പിന്നെ മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ 7ാമത്തെ യൂണിറ്റിൽ വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കില്ല അല്ലെ. ഇപ്പൊ ഒരു ഭാഷ, കമ്മ്യൂണിക്കേഷന്റെ ഒരു രീതിയാണ് ഭാഷ. നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്കൊരു ഭാഷ മാത്രമല്ല, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. പിന്നെന്താ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് ആണ് കൂടുതൽ അല്ലെ. നമ്മൾ വാട്സാപ്പ് ചെയ്യും, മെയിൽ ചെയ്യും, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പൊ ഈ 7th ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും, എന്താണ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താ, പ്രോസസ് എന്തൊക്കെയാണ്, മീൻസ്, ഒരുപാട് തരത്തിലുള്ള പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പൊ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഈ കമ്മ്യൂണിക്കേഷന് കുറെ ബാരിയേഴ്സ് ഉണ്ട്, അതെന്തൊക്കെയാന്ന് പഠിക്കും. പിന്നെ ഈ കുറെ ബാരിയേഴ്സ് ഉണ്ട്, നമുക്ക് ആ ബാരിയേഴ്സ് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് ആ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കും. പിന്നെ 10 കമാൻഡ്മെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകും. പിന്നെ മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം,
അതെന്താ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? വെറുതെ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് ജോലി ചെയ്യത്തില്ല. നമുക്കൊരു റിവാർഡൊക്കെ തരണം അല്ലേ? സാലറി അല്ല, സാലറി എന്തായാലും തരും. സാലറിക്ക് പുറമെ ചെറിയൊരു ബോണസും അങ്ങനെയുള്ള കുറെ പരിപാടിയൊക്കെ തരും. പിന്നെന്താ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അവാർഡ്സ് ഒക്കെ കൊടുക്കും ഓരോ കമ്പനികൾ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറെ മോട്ടിവേഷണൽ റിവാർഡ് ഒക്കെ തരണം. എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവുള്ളൂ. അല്ലാതെ ചുമ്മാ രാവിലെ വന്ന് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് യാതൊരു മോട്ടിവേഷനും ഇല്ല, ഒരു ശമ്പളത്തിൽ ഒരു വർധനവില്ല, അല്ലെങ്കിൽ ഒരു ബോണസ് തരുന്നില്ല, ഒരു ഇടയ്ക്കൊക്കെ ഒരു എന്താ പറയാ ഇയാള് നല്ല വർക്ക് ചെയ്തു അപ്പൊ ചെറിയ അവാർഡൊക്കെ ഇയാൾക്ക് കൊടുക്കണം. അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ജോലി ചെയ്യുന്ന ആളുടെ ഇങ്ങനെ കുറഞ്ഞു വരും. അയാളുടെ കപ്പാസിറ്റി, ടാലന്റ്, താല്പര്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് വരും. നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഇതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നല്ല ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു എന്താ പറയാ ഒരു നമുക്കൊരു ആക്റ്റീവ് എനർജി ഉണ്ടാവും അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഒരു അവാർഡ്. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം കിട്ടണം. അങ്ങനെ ഒരു സംഭവം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് അതിനെ കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റ് 8 പഠിക്കുന്നത്. മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. എന്താണ് മോട്ടിവേഷൻ? ഒരുപാട് തിയറീസ് ഉണ്ട്, മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. അതിലെന്താ നീഡ് ഹൈറാർക്കി തിയറി, മെക്രോസ് തിയറി ആൻഡ് എക്സ് ആൻഡ് തിയറി, വൈ, ERG തിയറി, ഹെർബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി, മെക്കലാൻസ് തിയറി ഓഫ് നീഡ്സ്. അങ്ങനെ കുറെ തിയറീസ് ഉണ്ട്. ഈ തിയറീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വരും ക്ലാസ്സുകളിൽ എന്താണ് എന്നൊക്കെ പഠിക്കാം. എസെൻഷ്യൽസ് ഓഫ് മോട്ടിവേഷൻ, പിന്നെ റോൾ ഓഫ് മാനേജേഴ്സ് ഇൻ മോട്ടിവേഷൻ, പിന്നെ റിവാർഡ് സിസ്റ്റം. ഒരുപാട് തരത്തിലുള്ള റിവാർഡ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ എന്താണ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ. എല്ലാരും പെർഫോം ചെയ്യും, പക്ഷെ ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് ഈ പെർഫോമൻസ് അപ്രൈസൽ അല്ലേ? നമ്മള് ഒരു ആഴ്ച എന്തൊക്കെ ചെയ്തു, നമ്മള് എങ്ങനെ ഉയരുവാണോ, നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുയർന്നു പോവാണോ, താഴേക്ക് പോവാണോ എന്നൊക്കെ നമ്മള് നോക്കണം. ഇനിയിപ്പോ താഴേക്ക് പോവാണെങ്കിൽ അയാളെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരണം അല്ലെ? കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അയാളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 9 പഠിക്കുന്നത്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന്, പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിക്കും, പിന്നെ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ ഡെവലപ്മെന്റ്, challenges of performance appraisal, process of performance appraisal, performance appraisal methods, ട്രഡീഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 9 പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 10 വരുമ്പോൾ എംപ്ലോയി ഗ്രീവിയൻസ് ആൻഡ് ഡിസിപ്ലിൻ. അപ്പൊ ഈ എംപ്ലോയി ഗ്രീവിയൻസ് ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്ക് അവരുടേതായ കുറെ പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. എങ്ങനെ ഇന്ന സമയത്ത് വരണം, തോന്നുന്ന സമയത്ത് ഒരു കമ്പനി ഒരു 10 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 10 നമ്മൾ ആ കമ്പനിയിൽ എത്തണം, വർക്ക് ചെയ്യണം. പിന്നെ കമ്പനിയുടെ കുറെ ഡെക്കോറം ഉണ്ട്, കമ്പനിയുടെ കുറെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് യൂണിറ്റ് 10 പഠിക്കുന്നത്. എന്താണ് ഗ്രേവിയൻസ് എന്ന് പഠിക്കും. പിന്നെ ഗ്രേവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എന്താ, മോഡേൺ ഗ്രേവിയൻസ് പ്രൊസീജിയേഴ്സ്, പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഗ്രേവിയൻസ് പ്രൊസീജിയേഴ്സ്, ഡിസിപ്ലിൻ എന്താ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ, എംപ്ലോയി എക്സിറ്റ്. നമ്മൾ ആ കമ്പനിക്ക് ഡിസിപ്ലിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? നമ്മളെ പുറത്താക്കും. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. പിന്നെ HR റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ HR റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ എന്താണ് HR റെക്കോർഡ്സ് എന്ന് പഠിക്കും. പിന്നെ അതിന്റെ പർപ്പസ് എന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് HR റെക്കോർഡ് കീപ്പിംഗ്. ഇതൊരു തരത്തിലുള്ള ഒരു ബുക്ക് കീപ്പിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. ഇതെല്ലാം ഒരാളുടെ ഡീറ്റെയിൽസ്, അയാൾ എന്തൊക്കെ ചെയ്യുന്നു, അയാളുടെ പൊസിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് വെക്കും. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്, പണ്ടൊക്കെ എഴുതി വെക്കുമായിരിക്കും. അപ്പൊ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയിന്റെ ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ വേഗം പോയിട്ട് അതിൽ ഞെക്കി നോക്കി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കി നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തെ കുറിച്ച് എന്താണത്, എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ പർപ്പസ് എന്താ, പ്രിൻസിപ്പിൾസ് എന്താ, കുറെ ഇംപ്ലിമെന്റേഷൻ സിസ്റ്റംസ് ഉണ്ട്, ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ എവിടെ പഠിക്കും? ഈ യൂണിറ്റ് 11 പഠിക്കും. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് 11, 12 റിട്ടേൻഷൻ. റിട്ടേൻഷൻ എന്താ, ഇവിടെ ഒരു പിക്ചർ കണ്ടില്ല, ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. നമ്മളെല്ലാരും ഇങ്ങോട്ട് പുറത്താക്കിയാൽ പോരാ, ഇല്ലേ? ഇപ്പൊ
സോറി പുറത്താക്കിയാൽ പോരാന്നല്ല, ഇപ്പൊ നമ്മള് ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തു, എനിക്ക് ഇവിടെ പറ്റുന്നില്ല, എനിക്ക് പോകണം, ശരിയാവില്ല, നല്ലൊരു ശമ്പളം വേറെ സ്ഥലത്ത് കിട്ടുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ, അതല്ല. അപ്പൊ ഈ കമ്പനി എന്ത് ചെയ്യും? നല്ല എംപ്ലോയി ആണെങ്കിൽ പിടിച്ചു വെക്കണ്ടേ? പിടിച്ചു വെച്ചാലാണ് നമ്മുടെ കമ്പനിക്ക് ഒരു എന്തുണ്ടാവുള്ളൂ? നല്ല എംപ്ലോയീസിനെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റുമോ? നല്ല എംപ്ലോയീസിനെ പിടിച്ചു വെച്ചാലാണ് കമ്പനി ഉയരുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ കുറച്ച് റിട്ടൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണ ആൾക്കാർ ഇങ്ങോട്ട് പിടിച്ചു നിർത്തണം. അപ്പൊ അതാണ് ഈ 12th യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ അണ്ടർസ്റ്റാൻഡിങ് റീറ്റെയിൽ സ്റ്റാഫ് ടേൺ ഓവർ ആൻഡ് റിട്ടൻഷൻ, റീറ്റെയിൽ സ്റ്റാഫ് ടേൺ ഓവർ, റീറ്റെയിൽ സ്റ്റാഫ് റിട്ടൻഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഡിസ്അഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, ഫാക്ടേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ 12th യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. എന്താണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പിന്നെ 12 യൂണിറ്റ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് 1 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റ് 1 തൊട്ട് നമുക്കങ്ങ് തുടങ്ങാം. ഈ ജേർണി നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്രയും എന്തൊക്കെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അടുത്ത യൂണിറ്റ് മുതൽ നമുക്ക് അടിപൊളിയായിട്ട് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പൊ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.